വെൽക്കം ടു നവറാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇറച്ചിച്ചോറ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ മലബാറുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ പരിചിതമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇറച്ചിച്ചോറ് അറിഞ്ഞിട്ടുള്ള. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്. വളരെ ഈസി എന്ന് വെച്ചാൽ നമ്മൾ ചോറും എല്ലാം കൂടെ മിക്സാക്കി വെക്കുന്നത് കൊണ്ട് ഒരുപാട് നേരത്തെ പണിയൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ ബീഫ് ആദ്യം കുക്കറിൽ വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല നെയ്യും എല്ലൊക്കെ ഉള്ള ബീഫ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ആ ബീഫിലേക്ക് ഞാൻ ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തതുണ്ട്, അതുകൂടെ അതിലേക്ക് ചേർക്കാം. കൂടെ നമ്മൾ കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ മൂന്നും കൂടി പേസ്റ്റാക്കി വെച്ചത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. അതുകൂടെ ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ പാകത്തിനനുസരിച്ച് ചോറിലൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഇതിന് പകരം നിങ്ങൾ വലിയ ജീരകം പൊടിച്ചതുണ്ടെങ്കിൽ ആ പൊടി ചേർത്താലും മതി. അതുപോലെ തന്നെ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, അതൊരു ടേബിൾ സ്പൂണ്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഞാൻ ഗരം മസാല ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി നമ്മൾ എരിവിന് ഒക്കെ അനുസരിച്ച് പാകത്തിന്, ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് നല്ലോണം നമുക്കിതിനൊന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് ഇവിടെ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. മസാലകളൊക്കെ നല്ലോണം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ ഏകദേശം ഒരു ഗ്ലാസിൻ്റെ അടുത്ത് 3/4 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കുറച്ച് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ അല്ല 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടെ നമുക്കിതിൽ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി തന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് സാധാരണ ബീഫ് വേവുന്ന ആ ഒരു വേവിൽ അടിച്ച് വേവിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ബസുമതി റൈസ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ബസുമതി റൈസ് ഞാൻ ഒരു 1/2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്, പാകത്തെ ഇതിലായിട്ടുണ്ട്. അപ്പോൾ ഈ ബീഫിലെ വെള്ളമൊക്കെ കൂടി യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചോറ് വേവിക്കേണ്ടത്. എങ്കിൽ പോലും നമ്മൾ ആദ്യം ഇതിൽ നിന്ന് ബീഫിനെ മാറ്റിയെടുക്കുന്നുണ്ട്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ പീസുകളൊക്കെ നമുക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇതിൽ നിന്ന് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂണോളൊക്കെ നെയ്യ് ചേർത്ത് കൊടുക്കുക. ആ നെയ്യ് നല്ലോണം ഒന്ന് മെൽറ്റായ ശേഷം ഞാൻ അതിലേക്ക് ഏലക്കായ, അതുപോലെ കറുവപ്പട്ട ചേർക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം വലിയ ജീരകം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ജീരകവും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സഹജീരകം ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തു. ഇത് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു വലിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വേറെ വാട്ടിലൊന്നും ഇതിൽ നടത്തിയിട്ടില്ല. ഇതാണിപ്പോൾ ഉള്ളിയുടെ വാട്ടിലിൻ്റെ സെക്ഷൻ ഇപ്പോഴേ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് വേറെ തക്കാളിയൊന്നും നമ്മൾ ചേർക്കൂല. തക്കാളിയുടെ പുളിയും കാര്യങ്ങളൊക്കെ ആ ബീഫിലുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വരാനുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഒന്ന് വഴന്ന് വരട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഉള്ളി നല്ലോണം ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വെള്ളത്തിൽ നിന്നും മാറ്റിവെച്ച ബീഫ് ഈ ഉള്ളിയിലേക്ക് ചേർത്തിട്ട് അതിനെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം.
ഈ ബീഫിൽ ഇതിൻ്റെ ഉള്ളിയുടെയും അതുപോലെ ആ നെയ്യിൻ്റെ ഒക്കെ ഒരു ഇത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറുനാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുളിയുള്ള തൈരാണ് യൂസ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റ് നോക്കിയിട്ട് വേണം ചെറുനാരങ്ങയുടെ നീര് ചേർക്കാനായിട്ട്. ചിലപ്പം കുറച്ച് മതിയാവും, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുള്ള ഇത് ഏകദേശം 1 ഗ്ലാസ്സോളം ഉണ്ട്. 1 ഗ്ലാസ് മസാലയുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അതിലുള്ള വെള്ളം, അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വെള്ളം കണക്കാക്കിയിട്ട് വേണം പിന്നെ നമ്മൾ അരിയിലേക്കുള്ള പാകത്തെ വെള്ളം എടുക്കാൻ. അപ്പോൾ ഞാനൊരു 2 ഗ്ലാസ് ബസുമതി റൈസ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ആ 1 ഗ്ലാസ് മസാലയുടെ വെള്ളവും ബാക്കി കണക്കാക്കിയിട്ട് ഒരു 3 ഗ്ലാസ്സോളാണ് ടോട്ടലായിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളത്തിൻ്റെ അളവ് യൂസ് ചെയ്തിട്ടുള്ളത്. പച്ചവെള്ളം 2 ഗ്ലാസ്സും എടുത്തു, 1 ഗ്ലാസ് ആ മസാലയുടെ വെള്ളവും, ഇത്രയും ചേർത്താൽ മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് വന്നപ്പോൾ ഉപ്പിൻ്റെ ഒരു കമ്മി തോന്നി. ഇത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കഴുകിയിട്ട് വെള്ളം ഊറ്റിയെടുത്ത അരിയാണിത്, ബസ്മതി റൈസ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് വേറെ കുക്ക് ചെയ്തിട്ടൊന്നുമല്ല ഇതിൽ ചേർക്കുന്നത്, അങ്ങനെ തന്നെ ഇട്ടിട്ട് ഈ മസാലയൊക്കെ ഇടുന്നിട്ട് വേണം വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ബീഫ് ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. കാരണം ഈ ചോറിൻ്റെ കൂടെ കിടന്ന് വേവുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് വേവും. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ വെള്ളം വലിയാനും ഉണ്ട്, അതുപോലെ അരി ഒന്നും കൂടെ അങ്ങോട്ട് വെന്ത് വരാനും ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ തുറന്ന് നോക്കി ഇളക്കി കൊടുത്തതാണ്. വീണ്ടും ഞാൻ അടച്ചു വെച്ച് എടുത്തപ്പോൾ ഇപ്പം നല്ലൊരു കറക്റ്റ് പാകത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇറച്ചിച്ചോറ് തയ്യാറാക്കിയത്. ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ചാനലുണ്ട്, നൗറാസ് കിച്ചണിൻ്റെ പേരിൽ തന്നെ. അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്തിട്ട് എല്ലാവരും അതിലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റൊക്കെ അയക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.